ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാനൊരു പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉള്ളി, ക്യാരറ്റ്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ അരിഞ്ഞു വച്ചിരിക്കുകയാണ്. ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പാൻ അടുപ്പത്ത്, ഇവിടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഞാനകത്തോട്ട് ഉള്ളിയും ക്യാരറ്റും പച്ചമുളകും ഒക്കെ ഇടുവാണേ. നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാം. ഇതിനകത്തോട്ട് തന്നെ ഞാൻ ഇച്ചിരിയും സോൾട്ട് ആഡ് ചെയ്യുവാണേ. ഓൾറെഡി നൂഡിൽസിനകത്ത് സോൾട്ട് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ആദ്യം ചേർക്കുവാണേ. ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമില്ല, മീഡിയമായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മുടെ ഇപ്പി നൂഡിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 4 പാക്കറ്റ് മസാല കിട്ടിയിട്ടുണ്ട്. ഞാനകത്തോട്ട് മസാല ഇടുവാണേ. മസാലയൊന്ന് ഞാനൊന്ന് വഴറ്റുക, ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. എപ്പോഴും മസാലയൊന്ന് ചൂടാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇനി ഞാനകത്തോട്ട് തിളച്ച വെള്ളം അങ്ങോട്ട് ആഡ് ചെയ്യാമേ. ഞാനിതിനകത്തോട്ട് ഒരു 3.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് അതിനകത്തോട്ട് 1 by 1 ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് തന്നെ ഞാൻ ടൊമാറ്റോ കച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് സോയ സോസ് ആഡ് ചെയ്യാം. നമ്മളെപ്പോഴും നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അടച്ച് വച്ച് വേവിക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വേവിക്കാൻ. അതുപോലെ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസൊക്കെ നിറയെ ഇടണം. പിള്ളേർക്കൊക്കെ ഇഷ്ടമാണല്ലോ, അപ്പം വെജിറ്റബിൾസ് നിറയെ ആഡ് ചെയ്യണം. നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പറ്റിപ്പോവും. നോക്കൂ, നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ വെള്ളമല്ല ഒത്തിരി അങ്ങ് പറ്റിക്കാൻ പാടില്ല, ലൈറ്റായിട്ട് വെള്ളം അതിനകത്ത് ഇരിക്കണം. നോക്കൂ, ഒട്ടും കുഴഞ്ഞിട്ടില്ല, സൂപ്പറായിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് എഗ്ഗ് ഒഴിച്ച് യൂസ് ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.